ഈ JCB കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ഥലം പിടികിട്ടിയിട്ടുണ്ടാവല്ലേ? അപ്പോൾ അടിപൊളി സ്ഥലമായിട്ടോ. ഉച്ച സമയത്ത് കാണുന്ന ക്ലൈമറ്റ് ഇത്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം വേറെ തന്നെ വൈബായിരിക്കും കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ ഏലപ്പീടികയാണ്. അപ്പോൾ ഇവിടേക്ക് വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു വേറൊരു ഭാഗമാണ് കേട്ടോ. ഏലപ്പീടികയുടെ മാനന്തവാടിയിലേക്ക് പോകുന്ന സമയത്ത്, അതായത് നെടുമ്പയിൽ നിന്ന് നമ്മൾ മാനന്തവാടി പോകുന്ന സമയത്ത് ആ ചെറിയൊരു വാട്ടർഫാളൊക്കെ ഇല്ലേ, അതിൽ നിന്ന് നേരെ ഇടത്തോട്ടേക്കുള്ള റോഡാണ് കേട്ടോ. ക്ലിയർ ആയിട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തുകയെന്ന് വെച്ചാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു ബിൽഡിങ് കാണുന്നുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു വേറെ ലെവൽ വ്യൂ കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും അതിൽ നിന്ന് മുന്നോട്ടേക്ക് പോയത്. ആ സമയത്താണ് ഇതിവിടെ ചെറിയ ഹിറ്റാച്ചി കാണുന്നത് കേട്ടോ. ഇതിന് ഹിറ്റാച്ചി കുന്ന് എന്ന് പറയുന്നുണ്ട് എല്ലാവരും. ഇവിടെ പകൽ സമയത്ത് പോകുമ്പോൾ സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് കുറച്ച് സേഫായിട്ട് തോന്നി. മൃഗങ്ങളൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാലും അതിന് എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ. കാരണം കണ്ണവം ഫോറസ്റ്റൊക്കെ ഇതിന് തൊട്ടടുത്ത് കണക്റ്റഡ് ആയിട്ടാണല്ലോ വരുന്നത്. പല മൃഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും അടിപൊളി വൈബ് തന്നെ കേട്ടോ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ എത്തും. ഫുള്ള് കോട ഇറങ്ങിയിട്ട് വേറെ തന്നെ രസം തന്നെ കേട്ടോ കാണാനായിട്ട്. ഈ ബിൽഡിങ്ങിൻ്റെ മേലെ കയറിയിട്ട് നോക്കുന്ന സമയത്ത് കിട്ടുന്നൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അടിപൊളി വൈബ് തന്നെയാണ്. നമ്മളിതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എന്ന് വെച്ചാൽ ശരിക്കും കോട ഇറങ്ങിയിട്ട് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ട്രെയിൻ കഫേ പോലെയുണ്ട്. അതായത് ഇപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബാത്റൂമിൽ കാര്യങ്ങളൊക്കെ പോകാനായിട്ടുള്ള ഒരു അടിപൊളി എന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് സ്റ്റേഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ലൊക്കേഷൻ ഇതാ ഇവിടെ കാണുന്നുണ്ടല്ലോ. നമ്മൾ മാനന്തവാടി പോകുന്ന സമയത്ത് നേരെ നമ്മൾ ലെഫ്റ്റിലേക്ക് കയറിയിട്ട് പോകേണ്ട കേട്ടോ. അടിപൊളി സ്ഥലമാണ്. കണ്ടിട്ട് അഭിപ്രായം പറയും.